നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഒരു തവണയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ പല കാർട്ടൂണുകളും ചെറിയ ചെറിയ കോമിക്സ് എല്ലാം നെറ്റ്ഫ്ലിക്സ് ലൈവ് ആക്ഷൻ ആക്കി ഇറക്കുന്നു. എന്നാൽ വേൾഡ് ഫേമസ് ആയ ഹൈ TRP റേറ്റിംഗ് ഉള്ള നമ്മുടെ ജാക്കി ചാൻ അഡ്വഞ്ചേഴ്സ് എന്തുകൊണ്ട് ലൈവ് ആക്ഷൻ ആക്കുന്നില്ല എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. എന്നാൽ നിങ്ങൾ അറിയേണ്ട കാര്യം, ഇത് ലൈവ് ആക്ഷൻ ആക്കാൻ പല ഡയറക്ടേഴ്സിനും പ്ലാൻ ഉണ്ടായിരുന്നു. അവർക്ക് മനസ്സിലായ ഒരു റിയാലിറ്റി എന്തെന്നാൽ, ലോകത്തെ എത്ര വലിയൊരു സ്റ്റുഡിയോ കൊണ്ടുചെന്നാലും ഇത് ലൈവ് ആക്ഷൻ ആക്കുന്നത് നടക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതിന്റെ VFX ആണോ അല്ലെങ്കിൽ ജാക്കി ചാന്റെ ഏജ് ആണോ പ്രശ്നമെന്ന്. ഇത് രണ്ടുമല്ല. ജാക്കി ചാൻ ഇനി യങ് ഏജിലാണെങ്കിലും ഇത് നടക്കാനുള്ള ചാൻസ് വളരെ റയറാണ്. VFXന്റെ കാര്യം നമുക്കറിയാം. ഈ ഒരു കാർട്ടൂൺ ലൈവ് ആക്ഷൻ ആക്കിയാൽ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയ പല VFX സീനുകൾ ഉണ്ടാവും. പക്ഷെ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ഒരു ജെയിന്റ് കമ്പനി വിചാരിച്ചാൽ ഇതെല്ലാം ഈസിയായി നടത്താവുന്നതേ ഉള്ളൂ. ഓരോ എപ്പിസോഡും വേണമെങ്കിൽ കാർട്ടൂണിൽ എങ്ങനെയാണോ അതേപടി ലൈവ് ആക്ഷൻ ആക്കാം. പക്ഷെ ബഡ്ജറ്റ് എന്തായാലും വലിയൊരു ബഡ്ജറ്റ് വേണ്ടി വരും. അത്യാവശ്യം ടഫായ ഒരു കാര്യമാണ്. പക്ഷെ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് റിസ്കി ആണെങ്കിലും നടത്താവുന്നതേ ഉള്ളൂ. ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ റൈറ്റ്സ് ആണ്. ഇത് ഓൾമോസ്റ്റ് നടക്കില്ല എന്ന സിറ്റുവേഷനിലേക്ക് എത്തുന്നത് ഇതിന്റെ റൈറ്റ്സ് കൊണ്ടാണ്. ഏകദേശം 5 കമ്പനികളുടെ കയ്യിലാണ് ഇതിന്റെ റൈറ്റ്സ് ഇരിക്കുന്നത്. ഒന്നാമത്തെ ആളാണ് സോണി. ഈ ഒരു കാർട്ടൂൺ മൊത്തം ഉണ്ടാക്കിയത് നമ്മുടെ സോണി കമ്പനിയാണ്. ഇതിന്റെ സ്റ്റോറി, അനിമേഷൻ എല്ലാം സോണിയാണ്. രണ്ടാമത്തെ ആൾ ജാക്കി ചാൻ തന്നെയാണ്. ഈ ഒരു ഷോയുടെ പേര് തന്നെ ജാക്കി ചാൻ അഡ്വഞ്ചേഴ്സ് എന്നാണ്. ജാക്കി ചാന്റെ പേര്, ജാക്കി ചാന്റെ ക്യാരക്ടർ, ഇതെല്ലാം യൂസ് ചെയ്യണമെങ്കിൽ ജാക്കി ചാന്റെ അപ്രൂവൽ വേണം. അപ്പോൾ രണ്ടാമത്തെ റൈറ്റ് ഹോൾഡർ നമ്മുടെ ജാക്കി ചാൻ ആണ്. മൂന്നാമത്തെ ആള് JCE മൂവീസ് ആണ്, അതായത് ജാക്കി ചാൻ പ്രൊഡക്ഷൻ കമ്പനി. ഇത് ജാക്കി ചാന്റെ സ്വന്തം കമ്പനിയാണ്. ജാക്കി ചാന്റെ ബിസിനസ്, ബ്രാൻഡിങ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു കമ്പനിയാണ്. അപ്പോൾ ജാക്കി ചാൻ എന്ന ബ്രാൻഡിനെ എവിടെ യൂസ് ചെയ്താലും ഈ ഒരു കമ്പനി ഉൾപ്പെടും. നാലാമത്തെ ആൾ WB കമ്പനിയാണ്, അഥവാ നമ്മുടെ വാർണർ ബ്രോസ്. ഈ ഒരു കാർട്ടൂൺ വേൾഡ് വൈഡ് ആയി ടെലികാസ്റ്റ് ചെയ്തത് നമ്മുടെ കാർട്ടൂൺ നെറ്റ്വർക്ക് WBയുമായി ബന്ധപ്പെട്ട മറ്റ് ചാനൽസിലെല്ലാമായിരുന്നു. അങ്ങനെ അവർക്കും ഇതിലൊരു ഷെയർ ഉണ്ട്. അടുത്തതാണ് ഈ ഒരു കാർട്ടൂണിന്റെ ടോയ്സ് നിർമ്മിക്കാൻ വേണ്ടി റൈറ്റ്സ് എടുത്ത കമ്പനി. ഇവർക്കും ചെറിയൊരു ഷെയർ ഉണ്ട്. അങ്ങനെ ഈ ഒരു കാർട്ടൂണിന്റെ പുറകിൽ ടോട്ടൽ 5 കമ്പനികൾ. ഇനി നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ഏതെങ്കിലും ഒരു വലിയ കമ്പനി ഇത് നിർമ്മിക്കാൻ വേണ്ടി വന്നാൽ മെയിനായി 2 പേരുടെ സമ്മതം വേണം. ഒന്ന് സോണി കമ്പനിയുടെ, മറ്റൊന്ന് ജാക്കി ചാന്റെ കമ്പനിയുടെ. അങ്ങനെ അഥവാ ഇവർ 2 പേരും ഓക്കെ പറഞ്ഞാൽ ഇത് ലൈവ് ആക്ഷൻ ആക്കി പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഷെയർ മൊത്തം 5 കമ്പനികൾക്ക് കൊടുക്കേണ്ടി വരും. 2 പേരുടെ സമ്മതം ഉണ്ടെങ്കിൽ ഈ ഒരു ലൈവ് ആക്ഷൻ ഉണ്ടാക്കാമെങ്കിലും ഷെയർ കിട്ടാനുള്ള റൈറ്റ്സ് 5 കമ്പനികൾക്കുമുണ്ട്. മെയിനായി ജാക്കി ചാനും സോണി കമ്പനിയും. അങ്ങനെ 5 പേര് ഷെയർ ഉണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പോലെയുള്ള കമ്പനികൾക്ക് ഈ ഒരു ഷെയറും കഴിഞ്ഞുള്ള ലാഭം എടുക്കുമ്പോൾ അതൊരു ലാഭമായിരിക്കില്ല. അങ്ങനെ അഥവാ ലാഭം വേണമെങ്കിൽ അതൊരു മാസീവ് സക്സസ് ആയിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ വളരെ റിസ്കിയാണ്. ആ സ്പൈഡർമാന്റെ കാര്യം തന്നെ ആലോചിച്ചാലും മതി. സ്പൈഡർമാൻ ഉണ്ടാക്കിയത് നമുക്കറിയാം മാർവൽ കമ്പനിയാണ്. പക്ഷെ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ പൈസ മൊത്തം സോണി കമ്പനിക്കാണ്. ഈ 90s ടൈമിൽ മാർവൽ കമ്പനിക്ക് വളരെ നഷ്ടമുണ്ടായി. അങ്ങനെ അവർ ചില ക്യാരക്ടേഴ്സിനെ വിറ്റു. സ്പൈഡർമാനെ വിറ്റത് സോണി കമ്പനിക്കാണ്. സ്പൈഡർമാന്റെ കോമിക് റൈറ്റ്സ് ഇപ്പോഴും മാർവലിന്റെ പേരിലാണ്. പക്ഷെ സിനിമ പിടിക്കണമെങ്കിൽ സോണി തന്നെ വരണം. ആ റൈറ്റ്സ് സോണിക്കാണ്. നമ്മൾ നോക്കണം, ഇവിടെ ആകെ 2 കമ്പനിയേ ഉള്ളൂ. ഇത് തന്നെ ഒരു നഷ്ടക്കച്ചവടമാണ്. അപ്പോൾ ജാക്കി ചാൻ കാർട്ടൂണിന് മൊത്തം 5 കമ്പനി. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പോലെയുള്ള വലിയ കമ്പനികളാണെങ്കിൽ ഇതിൽ നഷ്ടം വന്നാലും അവർക്കത് താങ്ങാൻ പറ്റും. പക്ഷെ ഒരു നോർമൽ സ്റ്റുഡിയോ ഇതിനു വേണ്ടി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങാനും നഷ്ടം വന്നാൽ വീടിന്റെ ആധാരം വരെയും പോകും. കാരണം 5 പേർക്ക് റവന്യൂ ഷെയർ ചെയ്തു എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റൂ. സ്പൈഡർമാന്റെ ഒരു സിനിമ വന്നാൽ വെറും 5% മാത്രമേ സ്പൈഡർമാനെ ഉണ്ടാക്കിയ മാർവൽ കമ്പനിക്ക് കിട്ടുകയുള്ളൂ. ബാക്കി എല്ലാം സോണിക്കാണ്. ഇനി സ്പൈഡർമാന്റെ സോളോ സിനിമയല്ല, അവഞ്ചേഴ്സ് സിനിമയിൽ സ്പൈഡർമാനെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പൈസയും സോണിക്ക് കൊടുക്കണം എന്നാണ് പലരും കരുതിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. സോണി ഒന്നും വാങ്ങുന്നില്ല. ഇതെന്തുകൊണ്ടെന്നാൽ മാർവൽ യൂണിവേഴ്സുമായി കണക്ട് ചെയ്താൽ അവഞ്ചേഴ്സ് സിനിമ കഴിഞ്ഞ് പിന്നീട് സ്പൈഡർമാന്റെ സോളോ സിനിമ ഇറക്കുമ്പോൾ ആ ഒരു സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പ് ഉണ്ടാവും, കൂടുതൽ ടിക്കറ്റ് വിറ്റ് പോകും. അങ്ങനെ പിന്നീട് സോളോ സിനിമ ഇറങ്ങുമ്പോൾ ആ ഒരു പൈസ മൊത്തം സോണിക്ക് കിട്ടും. പക്ഷെ ജാക്കി ചാൻ സീരീസിന്റെ കാര്യത്തിൽ സോളോ ആണെങ്കിലും ഓരോ ക്യാരക്ടേഴ്സിനെ യൂസ് ചെയ്ത് സെപ്പറേറ്റ് സീരീസ് ഇറക്കിയാൽ അവിടെ ഒരു സോണി ഉള്ളൂവെങ്കിൽ ഇവിടെ 5 കമ്പനിയാണ്. മറ്റൊരു പ്രശ്നമാണ്
ഈസിയായി ഇവർ തമ്മിൽ ചില തർക്കങ്ങളുണ്ടാവും. ഒരു എക്സാമ്പിൾ സോണി പറയുകയാണ് ജാക്കി ചാൻ സീരീസ് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ജാക്കി ചാൻ പറയുകയാണ് ആക്ഷൻ കോമഡി മതി. നെറ്റ്ഫ്ലിക്സ് പറയുകയാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ളത് മതി. അപ്പോഴും ഒരിക്കലും നടക്കില്ല. കമ്പനീസ് തമ്മിൽ ചില വ്യത്യാസങ്ങൾ വരും. ഇവർക്കെല്ലാം തന്നെ ഒരുപോലെ ഇഷ്ടപ്പെടണം. ഈ സോണി കമ്പനിയും മാർവലും തമ്മിൽ ഓൾറെഡി പ്രശ്നമുണ്ടായിട്ടുണ്ട്. ഇവരാകെ 2 കമ്പനിയേ ഉള്ളൂ. ഇവർ തമ്മിൽ വരെ ഈസിയായി പ്രശ്നമുണ്ടായി. അപ്പോൾ 5 കമ്പനികൾ, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, അങ്ങനെ ഒരു കമ്പനി കൂടി ചേരുമ്പോൾ 6 കമ്പനികൾ. 6 പേരും ഒരുമിച്ച് പോകുക എന്നുള്ളത് വളരെ റയർ ആയിരിക്കും. സോണിയും മാർവലും തമ്മിൽ പ്രശ്നമുണ്ടായി. സ്പൈഡർമാൻ മാർവലിൽ നിന്ന് പോകേണ്ട ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, മാർവൽ സോണി, അപ്പോൾ ഡിസ്നി എവിടെയാണ്? ഈ മാർവൽ കമ്പനി തന്നെ നമുക്കറിയാം നിലവിൽ ഡിസ്നിയുടേതാണ്. അപ്പോൾ സോണി ഡിസ്നി അല്ലെങ്കിൽ സോണി മാർവൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ മാർവൽ പറഞ്ഞു ഞങ്ങളുടെ പടത്തിൽ നിന്ന് ഹൈപ്പ് കയറി, സ്പൈഡർമാന്റെ സോളോ സിനിമയ്ക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്നു, ഞങ്ങൾക്കാകെ 5% തരുന്നുള്ളൂ, ഞങ്ങൾക്ക് 50% വേണമെന്ന്. സോണി പറഞ്ഞു റൈറ്റ്സ് ഞങ്ങൾക്ക് തന്നതാണ്, അപ്പോൾ 5% തന്നെ കൂടുതലാണ്, 50% നിനക്കൊന്നും തരാനേ പോകുന്നില്ല. അങ്ങനെ അവഞ്ചേഴ്സിൽ സ്പൈഡർമാൻ വരുന്നത് വലിയൊരു പ്രശ്നമുണ്ടായി. മാർവൽ സ്പൈഡർമാനെ സിനിമയിൽ നിന്ന് കളഞ്ഞാൽ അത് കളക്ഷനെ ബാധിക്കും, ആ ഒരു സ്റ്റോറിയെയും ബാധിക്കും. സോണി ഇനി ഒറ്റയ്ക്ക് പടമെടുത്താൽ മാർവലിൽ നിന്നുള്ള ഹൈപ്പ് കുറയും, അങ്ങനെ കളക്ഷനും കുറയും. വേണമെങ്കിൽ ടോബി, ആൻഡ്രൂ ഇവരെല്ലാം വെച്ച് സ്പൈഡർമാൻ സിനിമ ചെയ്യാം, നല്ല ഹിറ്റ് അടിക്കാം. പക്ഷെ മാർവലുമായി കണക്ട് ആയാൽ വേൾഡ് നമ്പർ 1 ഹിറ്റ് അടിക്കാനുള്ള വലിയൊരു പൊട്ടൻഷ്യലും ഉണ്ട്. അപ്പോൾ തമ്മിൽ അടിയായാൽ 2 കമ്പനിക്കും നഷ്ടമാണ്. അതുകൊണ്ട് ഇവർ പരസ്പരം സംസാരിച്ച് മാർവലിന് 5%-ൽ നിന്ന് 25% ആക്കി പ്രോഫിറ്റ് കൂട്ടി. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയാക്കാനുള്ള റൈറ്റ്സ് മാത്രമേ നമ്മുടെ സോണിക്കുള്ളൂ. ആ ഒരു ക്യാരക്ടർ, ടോയ്സ്, കോമിക്സ് ഇതെല്ലാം മാർവലിന് വിൽക്കാം. ഏകദേശം സിനിമയുടെ അത്രയും തന്നെ പ്രോഫിറ്റ് ഇതെല്ലാം വിറ്റ് മാർവലിന് കിട്ടുന്നു. ഈ ഒരു പ്രോഫിറ്റ് 25% ഷെയർ മാർവലിൽ ഫ്രീ ആയി യൂസ് ചെയ്യാം. അങ്ങനെ എല്ലാം കൊണ്ടും നിലവിൽ സോണിയും ഹാപ്പി, മാർവലും ഹാപ്പി. സ്പൈഡർമാൻ ഒഴികെ മാർവൽ വിറ്റ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനെയും മാർവലിന് തന്നെ തിരികെ കിട്ടി. പക്ഷെ സ്പൈഡർമാനെ കിട്ടിയില്ല. സോണി എടുത്തത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടായി. അതായത് ടോബി, ആൻഡ്രൂ ഈ 2 സ്പൈഡർമാനെ നമുക്ക് കിട്ടി. വേൾഡ് വൈഡായി ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള സ്പൈഡർമാൻ ക്യാരക്ടറെ സിനിമകളിലൂടെ ഇത്രയും പോപ്പുലർ ആക്കിയ നടൻ നമ്മുടെ ടോബി മഗിയറാണ്. മാർവൽ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ 2 സ്പൈഡർമാനെയും കാണാൻ കഴിയില്ല. വളരെ യങ് ആയ ടീനേജർ ആയിട്ടുള്ള ചെറിയ സ്പൈഡർമാനെ വെച്ചായിരിക്കും മാർവൽ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ സോണി ഒരു വെറൈറ്റിക്ക് വേണ്ടി തുടക്കം തന്നെ ഒരു മെച്ചൂർഡായ, വളരെ ഇമോഷണലായ, ഓർഗാനിക് വെബ് ഷൂട്ട് ചെയ്യുന്ന പ്രത്യേക സ്പൈഡർമാനെ കൊണ്ടുവന്നു. നമ്മൾ പറഞ്ഞു കഥ ഒരുപാട് മുന്നിലോട്ട് പോയതല്ല. ജാക്കി ചാൻ കാർട്ടൂൺ ഉണ്ടാക്കിയത് ഈ ഒരു സെയിം സോണിയാണ്. അപ്പോൾ അവരുടെ പാസ്റ്റും അവർ വരുത്തിയ ചേഞ്ചുകളും നമ്മൾ അറിയണം. അപ്പോൾ ഇനി അഥവാ അങ്ങനെ ഉണ്ടാക്കിയാൽ സോണിയോ നെറ്റ്ഫ്ലിക്സോ തമ്മിൽ പ്രോഫിറ്റ് വിഷയത്തിൽ ഒരു പ്രശ്നമുണ്ടായി എന്ന് കരുതുക. സോണി പറഞ്ഞു 50% വേണമെന്ന്, നെറ്റ്ഫ്ലിക്സ് പറഞ്ഞു 10% തരാമെന്ന്. ജാക്കി ചാൻ പറഞ്ഞു 10ഉം വേണ്ട 50ഉം വേണ്ട, എന്റെ പേര് പോലും ഇതിൽ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോഴും ഇത് നടക്കില്ല. എങ്ങനെ നോക്കിയാലും റിസ്ക് ആണ്. എല്ലാവർക്കും ഒരേ അഭിപ്രായം വേണം. അഥവാ അങ്ങനെ വന്നാൽ പ്രോഫിറ്റ് വളരെ കുറവായിരിക്കും. നമ്മൾ നിലവിൽ നെറ്റ്ഫ്ലിക്സിൽ കാണുന്ന ലൈവ് ആക്ഷൻ സീരീസ് അല്ല, മിക്കതും സിംഗിൾ സ്റ്റുഡിയോസിൻ്റെതാണ്. ഇവരെ ഈസിയായി ഡീൽ ചെയ്യാം. അപ്പോൾ ജാക്കി ചാന്റെ യങ് ടൈമില് ഇത് നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇപ്പോൾ ജാക്കി ചാൻ അത്യാവശ്യം ഏജായി. ഇനി അഥവാ ചെയ്യണമെങ്കിൽ ഡി-ഏജിങ് ടെക്നോളജി വേണം, അല്ലെങ്കിൽ മറ്റൊരു നടൻ വേണം. മറ്റൊരു നടനെ വെച്ചാൽ അതൊരിക്കലും ജാക്കി ചാൻ അഡ്വഞ്ചേഴ്സ് ആവില്ല. വലിയൊരു ഓഡിയൻസ് കുറയും. ചൈനയിലെ ഏറ്റവും വലിയ ബ്രാൻഡും നിലവിലെ ഏറ്റവും ഫെയിമുള്ള നടനും നമ്മുടെ ജാക്കി ചാൻ തന്നെയാണ്. ഇന്നും ജാക്കി ചാൻ ഒരു പടം പോസിറ്റീവ് വന്നാൽ നല്ലൊരു കളക്ഷൻ നേടാൻ കഴിയും. ലേറ്റസ്റ്റ് ഇറങ്ങിയ പടം 1000 കോടിക്ക് മേലെ കളക്ഷൻ നേടി. അപ്പോൾ ഒരു യങ് ജാക്കി ചാൻ തന്നെ വേണം. എങ്ങനെ നോക്കിയാലും ഇത് നടക്കാനുള്ള ചാൻസ് വളരെ റയറാണ്.